എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടതായി ഇടുക്കി, കോട്ടയം ജില്ലകളിലെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം LDF കഴിഞ്ഞ തവണ ഗുണം ചെയ്തിട്ടുണ്ട്. ഇത്തവണയും ആ ഗുണം ആവർത്തിക്കുമോ? അതല്ല UDF ഏതെങ്കിലും തരത്തിൽ തിരിച്ചുവരാൻ അവിടെ ശ്രമിക്കുമോ? കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം കേരള കോൺഗ്രസ് എമ്മിൽ മുന്നണി വിട്ട്, അതായത് LDF വിട്ട് UDF പോകണം എന്നൊരു അഭിപ്രായം വളരെ പ്രകടമായിരുന്നു. UDF ഏതാനും നേതാക്കൾ അതിന് ശ്രമവും നടത്തിയതാണ്. അപ്പോൾ ഈ മധ്യ കേരളത്തിൽ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, LDF കേരള കോൺഗ്രസ് മാണിയുടെ അണികൾക്ക് UDF കുറച്ച് ആഭിമുഖ്യമുണ്ട്. എന്നാൽ നേതാക്കൾക്ക് LDF നിൽക്കാനാണ് താല്പര്യം. രണ്ടാം നിര നേതാക്കൾക്കാണ് UDF ആഭിമുഖ്യം കൂടുതലായി ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPM അതുകൂടി കണക്കിലെടുത്ത് ഒരു നീക്കം നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ അണികളെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചോദിച്ച പരമാവധി സീറ്റുകൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അവർക്ക് നൽകി. അവർക്ക് പരാതിയേ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു. അതിൻ്റെ അർത്ഥം കേരള കോൺഗ്രസ് മാണിയുടെ പ്രവർത്തകരെ സംതൃപ്തിയോടുകൂടി LDF മുന്നണിയിൽ നിലനിർത്താനുള്ള ഒരു പരിശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലൊരു മാറ്റം കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പ്രകടമാണ്. സാമാന്യേന ഒരു നല്ല ബന്ധത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF CPMനൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അത് മലയോര മേഖലയിലെല്ലാം തന്നെ അത്തരമൊരു ഐക്യം ദൃശ്യമാണ്. കോട്ടയത്ത് അത് ദൃശ്യമാണ്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം UDFന്റെ കണ്ണീർ, UDFന്റെ ഒരു പ്രതീക്ഷ, കേരള കോൺഗ്രസ് മാണിയെ UDF കൊണ്ടുവരാം എന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ പ്രതീക്ഷ ഒരു പക്ഷേ അസ്തമിക്കാനുള്ള സാധ്യത ആ അർത്ഥത്തിൽ വളരെ കൂടുതലാണ്. എങ്കിൽ പോലും കോൺഗ്രസിന് കോട്ടയം ജില്ലയിൽ അടക്കമുള്ള ഒരു ശക്തി തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയമായുള്ള ഒരു അനുകൂല സാഹചര്യമുണ്ട് എന്ന കോൺഗ്രസിന്റെ വിലയിരുത്തൽ അത്ര തള്ളിക്കളയാവുന്ന കാര്യവുമല്ല. ആ അർത്ഥത്തിൽ ഇവിടെയും, അതായത് ഇടുക്കി ജില്ലയിലും സമാനമായ രീതിയിലുള്ള ശക്തമായ പ്രചാരണം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും UDF ഇടുക്കി, കോട്ടയം ജില്ലയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് പരിഗണിച്ചേ പറ്റൂ. അത് തള്ളിക്കളയാനാവില്ല. കേരള കോൺഗ്രസ് മാണിയും CPM തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുമുണ്ട് എന്ന് തന്നെ വിശദീകരിക്കാം. ശരി, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ